Hey guys, this is Murali here. So, welcome to my birthday vlog. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. ഇവരെല്ലാവരും കൂടെ പെട്ടെന്ന് കയറി വന്നു. കയറുന്നപ്പോൾ ഞാനാണെങ്കിൽ ഉറക്കപ്പേച്ചിലിരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് ഡ്രസ്സ് തന്നു, എനിക്ക് തരുന്ന ഡ്രസ്സ് തന്നു. എന്നിട്ട് അവരൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ കിച്ചണിൽ എനിക്കൊരു പായസം ഉണ്ടാക്കുകയാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ അടുത്ത് വേഗം റെഡി ആവാൻ പറഞ്ഞേക്കാണ്. എങ്ങനെ റെഡി ആവണ്ടേ, എന്താ റെഡി ആവണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ചെറിയ ജലദോഷം പനിയൊക്കെ ഉള്ളതുകൊണ്ട് മുഖമൊക്കെ ആകെ വീടായിട്ടിരിക്കുകയാണ്. പക്ഷേ റെഡി ആവാം. ഐ എം സോ ഹാപ്പി ആൻഡ് I know you guys are going to watch this video after I upload it. Thank you so much. വേഗം നമുക്ക് മേക്കപ്പ് ഒന്ന് തട്ടിക്കൂട്ടാം. മേക്കപ്പ് ചെയ്യാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്നത് വെച്ച് ഈ മാർക്കൊക്കെ ഒന്ന് മറച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മുഖം കാണിച്ചിട്ട് പൊക്കോളൂ വീഡിയോയിൽ. ഇതാണ് കാവ്യ, ദ ഡാൻസർ. ഇത് ദിൽന, അടുത്ത യൂട്യൂബർ, ബ്ലൂമിങ് യൂട്യൂബർ. നല്ല മേക്കപ്പ് ബോക്സ് നോക്കാണ്ട്. ഇതെന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്റെ ഫ്രണ്ട്സ് തന്നതോ. അല്ല, അത് ചെറുതായിട്ട് ഭഗീരഥം പിള്ള കഴിഞ്ഞ തേങ്ങ ഭഗീരഥം പിള്ളയായി. ബട്ട് ദാറ്റ്സ് ഓക്കേ തോന്നുന്നു. അപ്പോൾ അവർ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കിച്ചണിൽ വിവിയൻ കമ്പനി കൊടുക്കായിരുന്നു. വിവിയൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഇൻഫാൻറ്റ്, എനിക്കറിയില്ല എൻ്റെ കറക്റ്റ് പേര്, ഒരു കൊളംബിയൻ ഡിഷാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് കിച്ചണിൽ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പനിക്ക് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവർ ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തത്. എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടും കേക്കും മേക്കപ്പ് എല്ലാം സെറ്റായ സ്ഥിതിക്ക് പിന്നെ ഫോട്ടോ സെഷൻ മസ്റ്റാണല്ലോ. അപ്പോൾ ഫോട്ടോ സെഷന് നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അഞ്ചല ചോദിച്ചപ്പോൾ എന്തൊക്കെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏതാ പാട്ട്? ഞാൻ ഓണാക്കിണ്ട് കേട്ടോ വീഡിയോ. അല്ല കുഴപ്പമില്ല, ചെയ്തോ, കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വിവിയൻ്റെ വക ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ചേച്ചി ഒരു പൊലിയാണ് കേട്ടോ. അഞ്ജനയുടെ ബർത്ത്ഡേക്ക് ചേച്ചി കൊടുത്ത ഷാമ്പൂവിനെ പറ്റി അവൾ നല്ല അഭിപ്രായം പറഞ്ഞേ. 1 വീക്കിന് ശേഷവും ഹെയറിൽ ആ ഷാമ്പൂവിൻ്റെ മണം ഉണ്ടായിന്നാണ് പറഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ ഹെയർ മാസ്കിൻ്റെ ഓരോന്നൊക്കെ ഇങ്ങനെ വായിച്ച് നിൽക്കായിരുന്നു.
Happy birthday, Srilakshmi. You are one of the most vibrant friend I know. I'm so lucky to have you. Thank you for everything. Hope your dreams come true with love. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും നന്നായിട്ട് വന്ന് സർപ്രൈസ് ചെയ്ത് ഫുഡൊക്കെ കുക്ക് ചെയ്ത് തന്നു. എനിക്ക് സന്തോഷം. എനിക്കങ്ങനെ ഐ മീൻ ഇപ്പൊ ചില സമയങ്ങളിൽ മാത്രമേ എനിക്ക് നല്ല കരച്ചിൽ വരും. ഞാൻ കാല് ചവിട്ടത്തെ എനിക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്നല്ല, എനിക്കറിയില്ല. കൊറേ സന്തോഷം ചുമ്മാ. അപ്പോൾ കേക്ക് മുറിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. അഞ്ജന, ദിവ്യ, ദിൽന, കാവ്യ, ജസ്റ്റീന und വിവിയൻ. അപ്പം കേക്ക് ഇവിടെ ഉണ്ട്. കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. ക്യാമറയിലൊക്കെ സംസാരിക്കാനുള്ള മറന്നുപോയി. ഓക്കെ. എന്നെ ഏറ്റവും ടച്ച് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്തിട്ടാണ് വന്നത്. ആ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് അവരിട്ട എഫേർട്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. ബിക്കോസ് ലാസ്റ്റ് ഡേ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അവരെല്ലാവരും ഈ ഒരു പാർട്ടിക്ക് വേണ്ടി ഇത്രയും ഫുഡ് എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തന്നെ. താങ്ക് യു സോ മച്ച് ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവർ പോവാൻ നിൽക്കുകയാണ്. സോ ഞാൻ അവരെ കാണിച്ചു തരാം. അയ്യോ ഓക്കെ. എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ ഇത്രയും സന്തോഷകരമാക്കി തന്നതിന് എല്ലാവർക്കും ഒരു താങ്ക് യു. എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ നിന്നു. വാ പോവാ. എൻ്റെ ബർത്ത്ഡേ അത്രയും അടിപൊളിയാക്കി തന്നിട്ടാണ് അവർ ഈ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവരെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരെ യാത്രയാക്കാനായിട്ട് ഞാൻ താഴെ വരച്ചിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഗൈസ് അഗെയിൻ ഫോർ മേക്കിംഗ് മൈ ബർത്ത്ഡേ ദ സ്പെഷ്യൽ. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാത്രി 12 മണിക്ക് എൻ്റെ ആര്യ നിരഞ്ജനെ പാഡർബോണിന്ന് രാത്രി ട്രെയിനൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സർപ്രൈസായിട്ട് കിട്ടിയ ഫ്ലവേഴ്സൊക്കെ കണ്ട് എൻ്റെ കിളി ആകെ പോയിരിക്കുന്നു. ബിക്കോസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ജീവനാണ്. ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ റൂമിലേക്കൊക്കെ പോയി. റൂമിൽ ചെന്നിട്ട് ചെറിയൊരു ഡെക്കറേഷനും പരിപാടികളൊക്കെ ചെയ്തു. അതിപ്പോൾ നിങ്ങൾ കാണും. നല്ല രസമുള്ള ഒരു ഡെക്കറേഷനൊക്കെ ആയിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്നെടുത്തു. ഇവളത് പ്രേതങ്ങളെ പോലെ പേടിയോ. ഈ മറ്റേ അങ്ങനെ കുറച്ച് അല്ലാതെ ചില പരിപാടികളും തമാശകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു. പിന്നെ നിരഞ്ജനയ്ക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ ക്യാമറ മാൻ ആർക്കും കൊടുത്തു. ആളുദ്ദേശിച്ചത് ഈ 100 വർഷം വരെ ജീവിക്കട്ടെ എന്നൊക്കെ വിഷ് ചെയ്യുന്ന പോലത്തെ സംഭവം. പക്ഷെ കയ്യിൽ നിന്ന് പോയി. ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ 24th ബർത്ത്ഡേ കഴിയുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ ഈ ദിവസത്തെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മനസ്സ് നിറഞ്ഞൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.